അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലുള്ളാഹ് ഖുദ് ബിഅയ്ദീനാ ഖല്ലത് ഹീലത്തുനാ അദ്നികനാ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്തായ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആദ്യമായി തൻ്റെ ജീവിത പങ്കാളിയായി വന്നിട്ടുള്ളത് ബീവി ഹസ്മത്ത് റളിയല്ലാഹു അൻഹായാണ്. നാം നേരത്തെ ഓർമ്മപ്പെടുത്തി. പിന്നീട് മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു മറ്റൊരു ബീവിയെ കൂടി വിവാഹം കഴിച്ചിട്ടുണ്ട്. ഉമയ്യ ബീവി എന്നാണ് അവരുടെ പേര്. ആദ്യ വിവാഹത്തിൽ മഹാനവറുകൾക്ക് 3 സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3 ആൺമക്കൾ: സയ്യിദ് മുഹീദ്ദീൻ, സയ്യിദ് ഫഖറുദ്ദീൻ, സയ്യിദ് ഹുസാമുദ്ദീൻ. ഒന്നാമത്തെ മകൻ മുഹീദ്ദീൻ നേരത്തെ തന്നെ വിട പറഞ്ഞുവെന്നും അതല്ല 14-ാം വയസ്സിൽ നാട് വിട്ടുപോയതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചരിത്രമൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ മകൻ സയ്യിദ് ഫഖറുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി ആത്മീയതയിൽ ഉപ്പയോടൊപ്പം സഞ്ചരിച്ചു, ധാരാളം അറിവുകൾ നേടി, ജീവിതം റബ്ബിൻ്റെ ഇഷ്ടത്തിലാക്കി. മഹാൻ വലിയ ഭക്തനും ഉദാരനും മഹാനുമായി തീർന്നു. ഖാജ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷമാണ് മഹാനവറുകൾ വിട പറയുന്നത്. അജ്മീറിൻ്റെ അയൽപ്രദേശമായ സെൽവാറിലാണ് മഹാനുഭാവന്റെ മഖബറ ഉള്ളത്. പലപ്പോഴും അജ്മീർ സിയാറത്തിന് പോകുമ്പോൾ എല്ലാവരും സെൽവാറിലേക്കും പോകാറുണ്ട്, അവിടെ സിയാറത്ത് ചെയ്യാറുമുണ്ട്. മഹാനവറുകൾ ആദർശ വിഷയത്തിൽ വളരെ ശക്തമായ കടുംപിടുത്തമുള്ള വ്യക്തിത്വം കൂടിയായിരുന്നു എന്ന് ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. സയ്യിദ് ഹുസാമുദ്ദീൻ കാക്കയുടെയും പിതാവിൻ്റെയും വഴിയെ തന്നെ യാത്ര ചെയ്തു. ധാരാളം അമാനുഷിക സംഭവങ്ങൾ അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു ഈ മഹാന്മാരുടെ മുഴുവനും ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പരമ്പരകളിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് 2ാം വിവാഹം കഴിച്ചതിലാണ് ഉമയ്യ ബീവി എന്ന ഭാര്യയിലൂടെ ഹാജിയുടെ ഏക പുത്രിയും വളരെ പ്രഗത്ഭ പണ്ഡിതയും മഹദിയുമായിരുന്ന ഹഫിസ ജമാല എന്ന മഹദി ഭൂജാതയാകുന്നത്. പിതാവിൽ നിന്ന് ജ്ഞാനം നുകർന്നു. ഹാഫിദ ജമാല ഭക്തമായ ജീവിതം നയിച്ച് ഒട്ടേറെ ചരിത്രത്തിൽ ഇടം നേറിയിട്ടുണ്ട് മഹദി അവർകൾ. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിനാപ്രകാരം ഖാജ തങ്ങൾ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് അജ്മീറിൽ ഖാജ തങ്ങളുടെ പരമ്പര നിലനിർത്തുകയും ചെയ്തു. അള്ളാഹു ആ കുടുംബ പരമ്പരയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലും അള്ളാഹു തആല യഥേഷ്ടം ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ അധാർമികതയിൽ നിന്നും വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും ഹാജിയുടെയും അവിടുത്തെ കുടുംബത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ശിഷ്യ പരമ്പരകളും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.